ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് താങ്കൾ ഒരു മൂവ്മെന്റ് തുടങ്ങിയത്. ഇപ്പോൾ രാഷ്ട്രീയ മുന്നണിക്കൊപ്പം ഇപ്പോൾ സംഖ്യ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയില്ല, പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്ന ഈ കേരളത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയായിരുന്നു ഞങ്ങളുടെ നീക്കം. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആ രീതിയിലാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണ് ആയിരുന്നു ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചില കാരണങ്ങൾ. ഒന്ന്, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കേരളത്തെ മാറ്റിയെടുക്കുക, വികസനം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. രണ്ട്, ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് LDFും UDFും 25 പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് തടയിടണം, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം, അതിന് പകരം വീട്ടണമെന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾക്കതിപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ ഒരു തീരുമാനം ഇക്കാര്യത്തിലേക്ക് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ 8 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഈ കഴിഞ്ഞ 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നിയോജക മണ്ഡലം, എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചു. അവിടെ ചാലക്കുടിയിൽ ഞങ്ങൾ 1,05,000 വോട്ടുകൾ നേടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 15.3% വോട്ട് നേടി. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണെന്ന് ഓർക്കണം. ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ 15.3% വോട്ട് നേടിയ പാർട്ടിയാണ്. ഇത്തവണ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 886 വാർഡുകളിൽ മത്സരിച്ചു. അത് കൊല്ലം ജില്ല മുതൽ പാലക്കാട് ജില്ലയിൽ വരെ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയൊരു മുന്നണിയുടെ ഭാഗമായിരിക്കുകയാണത്. അപ്പോൾ അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് അതിനനുസരിച്ച് എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇതുവരെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്ന തീരുമാനമാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കാൻ അല്ല, നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ബിസിനസ്സിനെ പറ്റിയല്ല. നമ്മുടെ രാജീവ്ജി പറഞ്ഞിരുന്നു, എന്നെ ആരാണോ ഈ നാട്ടിൽ നിന്ന് ചവിട്ടി ഓടിച്ചത് അത് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. ആ വ്യവസായങ്ങൾ, തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ 21 ഇടത് സർക്കാർ എന്നെ തെലങ്കാനയിലേക്ക് ചവിട്ടി ഓടിച്ചിട്ട് അവിടെ 50,000 തൊഴിലുകളാണ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. അത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, കേരളത്തെ ഒരു വികസിത കേരളമാക്കി മാറ്റുക, വ്യാവസായിക സംസ്കാരം ഇവിടെ കൊണ്ടുവരിക, നമ്മുടെ യുവാക്കൾക്ക് നാട് വിട്ടു പോകേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന NDA അടക്കം ഇതിൻ്റെ ലക്ഷ്യം. അല്ല, ഇതിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഞങ്ങളുടെ ആശയങ്ങൾ, ആ ആശയങ്ങളുമായിട്ട് യോജിക്കാവുന്ന ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടത് NDA ആണ്. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന, കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസനം കാഴ്ചവെച്ച ഒരു പാർട്ടിയോട്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ NDA ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ഈ കേരളത്തിൻ്റെ വികസനവും ഉറപ്പുവരുത്താനായിട്ട് ഏറ്റവും നല്ല ഒരു മുന്നണി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ ചേരാനായിട്ടുള്ള തീരുമാനമെടുത്തത്.